Hi dear students, welcome to ColorQ. Today we are continuing with the chapter 1, fractions. In this session, we are going to discuss on changing improper fractions to mixed fraction. In last class, we learned on improper fraction, mixed fraction, proper fractions, etc. What does mean by improper fractions? Those fractions which are having bigger numerator are called improper fractions. ഫ്രാക്ഷൻസിൽ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ ഡിനോമിനേറ്ററിനെ കഴിഞ്ഞ് വലുതാണെങ്കിൽ അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ദോസ് ഫ്രാക്ഷൻസ് വിച്ച് ആർ ഹാവിങ് എ ഹോൾ നമ്പർ പാർട്ട് ആൻഡ് എ ഫ്രാക്ഷണൽ പാർട്ട്. അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനാണ് മിക്സഡ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ തന്നാൽ അതിനെ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാം എന്ന കാര്യമാണ്. ചേഞ്ചിങ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ടു മിക്സഡ് ഫ്രാക്ഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ദ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ 14/3 ടു എ മിക്സഡ് ഫ്രാക്ഷൻ. 14/3 എന്നൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അതിനെ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഡിവൈഡ് ചെയ്യാമെന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡിവിഷൻ. 14 ഇവിടെ എഴുതി 3 ഇവിടെ എഴുതി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 1ൽ 3 ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രണ്ട് നമ്പർ ഒന്നിച്ചെടുത്തു, 14 എടുത്തു. 14ൻ്റെ അകത്ത് എത്ര 3 ഉണ്ട്? 1 3 3, 2 3 6, 3 3 9, 4 3 12. ഇപ്പോൾ 12 14 തൊട്ടടുത്തുള്ള 12. 4 × 3 12 എന്നെഴുതി സബ്ട്രാക്ട് ചെയ്യുന്നു. 14 - 12 എത്രയാണ്? 2. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ് ഹോൾ നമ്പർ പാർട്ടായിട്ട് എഴുതേണ്ടത്. ആൻസർ ആയിട്ട് എഴുതിയിരിക്കുന്നതിനാണ് കിട്ടിയതിനെയാണ് ഹോൾ നമ്പർ പാർട്ടായിട്ട് എഴുതുക. അപ്പോൾ 4 എന്നെഴുതി. ഇനി റിമൈൻഡർ എത്രയാണോ കിട്ടിയത് അതിനെയാണ് നെക്സ്റ്റ് ന്യൂമറേറ്റർ ആയിട്ട് എഴുതേണ്ടത്. പിന്നെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതേണ്ടത് ഡിവൈസറിനെയാണ്. 4 2/3 എന്നാണ്. 14/3 എന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ മിക്സഡ് ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ ഏതാ? 4 2/3. ഒന്നുകൂടെ പറഞ്ഞു തരാം. തന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ മിക്സഡ് ഫ്രാക്ഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഹോൾ നമ്പർ പാർട്ടിനെയാണ് നമ്മൾ ഹോൾ നമ്പർ പാർട്ട് മീൻസ് ആൻസറിനെയാണ് ഹോൾ നമ്പർ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ നോക്കണം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ ഇല്ലേ, അത് തന്നെയായിരിക്കും ആൻസറിൻ്റെ ഡിനോമിനേറ്റർ. അതൊരു ക്ലൂ ആണ്. ക്വസ്റ്റ്യൻ്റെ ഡിനോമിനേറ്റർ തന്നെയായിരിക്കും ആൻസറിലെ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ ഡിനോമിനേറ്റർ. ബാക്കി എന്താ ഉള്ളത്? അതിൻ്റെ റിമൈൻഡർ ആ മുകൾ ന്യൂമറേറ്റർ ആയിട്ട് അതിൻ്റെ ഡിനോമിനേറ്ററും കൂടി എഴുതുക. 2/3. 4 2/3 ആണ് 14/3യുടെ മിക്സഡ് ഫ്രാക്ഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കിയാലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് 8/5. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യണം. 8 ഡിവൈഡഡ് ബൈ 5. 8ൽ എത്ര 5 ഉണ്ട്? ഒരു 5 ഉള്ളൂ. 1 × 5 5. വാട്ട് ഈസ് 8 - 5? 3. അതുകൊണ്ട് 8/5ൻ്റെ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ എഴുതുക? ആദ്യം എഴുതേണ്ടത് അതിൻ്റെ ആൻസർ ആണ്. അതാണ് ഹോൾ നമ്പർ പാർട്ട് 1. ഞാൻ നിങ്ങളോട് പറഞ്ഞു ക്ലൂ എന്നതാ, ക്വസ്റ്റ്യനിൻ്റെ ഡിനോമിനേറ്ററും മിക്സഡ് ഫ്രാക്ഷനിലെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററും സെയിം ആണെന്ന്. അപ്പോൾ നമുക്ക് അറിയാം ഡിനോമിനേറ്റർ 5 ആണ്. ന്യൂമറേറ്റർ ആയിട്ട് എന്തായിരിക്കും വരിക? പുതിയ ന്യൂമറേറ്റർ ആയിട്ട് ഇതിൽ നിന്നുള്ള റിമൈൻഡർ ആണ്. അപ്പം 8/5ൻ്റെ മിക്സഡ് ഫോമാണെന്ന് പറയുന്നത് 1 3/5. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് 22 ഡിവൈഡഡ് ബൈ 4. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡിവൈഡ് ചെയ്യണം. 22 ഡിവൈഡിങ് ബൈ 4. ഫസ്റ്റ് 2ൽ 4 ഉണ്ടോ? ഇല്ല. അതിന് 22 ആയിട്ട് എടുത്തു. 4ൻ്റെ ടേബിളിൽ എവിടെയാണ് 22 വരുന്നത്? 4 5s are 20. 4 5s are 20. സബ്ട്രാക്ട് 22 - 22. അപ്പോൾ എല്ലാവരും മിക്സഡ് ഫ്രാക്ഷൻ എഴുതിക്കേ. 5 അടുത്ത ഡിനോമിനേറ്റർ എത്രയാ? സെയിം ആസ് ക്വസ്റ്റ്യൻ്റെ അതേ ഡിനോമിനേറ്റർ തന്നെയായിരിക്കും. 4 എഴുതി.
ഇവിടെ വരുന്നത് റിമൈൻഡർ ആയിട്ടുള്ളത് 5 2/4. Next question is 36 divided by 10. ആദ്യം ഡിവൈഡ് ചെയ്ത് നോക്കാം. 36 divided by 10. 3-ക്കകത്ത് 10 ഇല്ല, അതുകൊണ്ട് 36-നെ അങ്ങനെ തന്നെ എടുത്തു. 36-ൽ എത്ര 10 ഉണ്ട്? 3 10s are 30. 3 into 10. 30. Now subtract it. 36 minus 30, 6. So the mixed fraction is 3 6 by 10. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം. പലപ്പോഴും കുട്ടികൾ ഇത് 10/6 എന്നാണ് എഴുതാറ്. അത് മാറിപ്പോകരുത്. ക്വസ്റ്റ്യനിൻ്റെ ഡിനോമിനേറ്റർ തന്നെയായിരിക്കും ആൻസറിലെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ. ആ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കണം. എപ്പോഴും എഴുതി വെച്ചാലും നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചോണം, ഇത് തന്നെയാണോ എഴുതിയിരിക്കുന്നതെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 72 divided by 66. 72 dividing by 66. 72-ൽ എത്ര 66 ഉണ്ട്? ഒരു പ്രാവശ്യമേ ഉള്ളൂ. 1 into 66. 66. 2 minus 6 is not possible, so borrow 1. 12 minus 6. 6. ഇവിടെ 6 minus 6, 0. So what is the answer? 1/6. Next question is 5/2. You please try to do it. Don't copy it. 5-നെ ഫസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. 5-ൽ എത്ര 2 ഉണ്ട്? 2 2s are 4. Remainder 1. So the answer is 2 1/2. So these are the homework. Change improper fractions to mixed fraction. Thank you.